ആർ ശ്രീജിത്ത് കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്കൊക്കെ ഓർമ്മയുണ്ട്, പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരുന്ന പി തങ്കച്ചൻ. അങ്ങനെ ഒരു മുതിർന്ന നേതാവിനെ നഷ്ടമാകുമ്പോൾ അതൊരു വലിയ വിടവ് സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മടങ്ങുകയാണ്. ശ്രീജിത്ത്, അനുജ, കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു പി പൗലോസ് തങ്കച്ചൻ എന്ന പി തങ്കച്ചൻ. നിയമസഭാംഗമായും നിയമസഭാ സ്പീക്കറായും KPCC അധ്യക്ഷനായും UDF കൺവീനറായും ഒപ്പം തന്നെ കൃഷിമന്ത്രിയായും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറെ ശ്രദ്ധിക്കപ്പെട്ട രാഷ്ട്രീയ ഇടപെടലുകളാണ്. എന്നാൽ വളരെ കർക്കശക്കാരനായ, വളരെ ഷാർപ്പായി പ്രതികരിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല പി തങ്കച്ചൻ. എന്നാൽ അദ്ദേഹം സമവായത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അദ്ദേഹം എല്ലാ ഘട്ടത്തിലും ഗ്രൂപ്പിൻ്റെ കരുണാകരൻ്റെ വിശ്വസ്ത നിരയിൽപ്പെട്ട നേതൃനിരയിൽപ്പെട്ട ഒരാളായിരുന്നു. എങ്കിൽ പോലും മറുവിഭാഗത്തിന് തീർത്തും അപ്രാപ്യനായ ആളോ അല്ലെങ്കിൽ അവർക്ക് സമീപിക്കാൻ കഴിയാത്ത ഒരാളോ ആയിരുന്നില്ല തങ്കച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്ന കാലവും പിന്നീട് ഇങ്ങോട്ട് UDF കൺവീനറായിരുന്ന കാലത്തുമൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി രാഷ്ട്രീയം, പ്രത്യേകിച്ചും കരുണാകരൻ പാർട്ടിക്കകത്ത് വലിയ നിലപാടുകളെടുത്ത് പാർട്ടി പുറത്ത് DICK രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായ ഘട്ടത്തിലൊക്കെ ആ ഗ്രൂപ്പിനെ ഛിദ്രമാകുന്ന ഘട്ടത്തിലും കരുണാകരനൊപ്പം പോകാതെ കുറേയെങ്കിലും അധികം ആളുകളെങ്കിലും സംരക്ഷിച്ച് നിർത്തി കോൺഗ്രസിനൊപ്പം നിർത്തുന്നതിലൊക്കെ തങ്കച്ചന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കോൺഗ്രസ് നേതൃത്വം വിലമതിച്ചിട്ടുമുണ്ട്. ആ കാലത്ത് പി തങ്കച്ചൻ എപ്പോഴും ആളുകളുമായി നല്ല സൗഹൃദം പുലർത്തുകയും എല്ലാവർക്കും ഒരു സമീപസ്ഥൻ അല്ലെങ്കിൽ വളരെ ആക്സസിബിളായ ഒരു വ്യക്തിയാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത്. 14 വർഷക്കാലമാണ് അദ്ദേഹം UDFൻ്റെ കൺവീനറായി പ്രവർത്തിച്ചത്. KPCC പ്രസിഡന്റായി 2004 മുതൽ ചുരുങ്ങിയ കാലം അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കോൺഗ്രസിനകത്ത് ഈ DICKയുടെ രൂപീകരണവും കോൺഗ്രസ് പിളർന്ന് കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പുറത്തു പോവുകയും ഒക്കെ ചെയ്യുന്നു. ആ ഘട്ടത്തിലൊക്കെ പി തങ്കച്ചനും കരുണാകരൻ്റെ വിശ്വസ്തനായതുകൊണ്ട് അങ്ങോട്ട് പോകുമോ എന്ന തരത്തിൽ ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കകളൊക്കെ അസ്ഥാനത്ത് ആക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ചുവട്ടിൽ അദ്ദേഹം അടിയുറച്ചു നിന്നു. അത്തരത്തിലുള്ള സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് പി തങ്കച്ചൻ. പെരുമ്പാവൂരിൽ നിന്നുള്ള ജനപ്രതിനിധിയായി ഏതാണ്ട് ഒരു ദശാബ്ദത്തിനപ്പുറത്തേക്ക് അദ്ദേഹം പ്രവർത്തിച്ചു. കൃഷിമന്ത്രിയായി പ്രവർത്തിച്ചു. 91 മുതലുള്ള കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ്, ആന്റണി മാറുന്നവരെയുള്ള കാലത്താണ് അദ്ദേഹം സ്പീക്കറായിരുന്നത്. പിന്നെ ആന്റണി മന്ത്രിസഭയിലാണ് കൃഷിമന്ത്രിയായി പ്രവർത്തിച്ചത്. ആ ഘട്ടത്തിലൊക്കെ വിവാദങ്ങളില്ലാതെ ഭരണ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒപ്പം സംഘടനാ കാര്യങ്ങളിലും വിവാദങ്ങളില്ലാതെ കൊണ്ടുപോകാനും തങ്കച്ചൻ്റെ ഇടപെടലുകൾ കൊണ്ട് കഴിഞ്ഞിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, കർക്കശക്കാരമായ സ്വഭാവത്തോട് ഇടപെടുന്ന ഒരു രീതി അദ്ദേഹത്തിനായിരുന്നു. വളരെ ലളിതമായി കാര്യങ്ങളെ കാണുന്നു, വളരെ ഏറ്റവും സൗഹൃദപരമായ ആളുകളോട് സമീപിക്കുന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ആ രീതി കോൺഗ്രസിന് വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ആ ഘട്ടത്തിൽ കലുഷിതമായ ഉൾപാർട്ടി പ്രശ്നങ്ങളുടെ കാലത്ത് വളരെ സഹായകമാവുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.